ഹേ ഫ്രണ്ട്സ്, എല്ലാവർക്കും 00 ആലക്സ് ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ റോക്കറ്റ് ലീഗിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൻഡ്രോയിഡ് ടി വിയിൽ നമ്മൾ എങ്ങനെയാണ് മൈൻക്രാഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അതാണ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ അതിന് മുന്നായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് വന്നിട്ട് 20 ലൈക്സാണ്. എല്ലാവരും എത്തിക്കാൻ എന്നെ സഹായിക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതാ എൻ്റെ ടി വി ഞാൻ എടുത്തിട്ടുണ്ട്. ടി വി ഉണ്ട്. പിന്നെ ഞാൻ ടി വി റിമോട്ടിന് വരെ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഗെയിം പാഡാണ് ഗൈസ്. റെഡ് ഗിയറിൻ്റെ ഗെയിം പാഡാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടി വിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പ്ലേ സ്റ്റോറിൽ പോവുക, അല്ലെങ്കിൽ ആഡ് ആപ്സ് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോവുക. എന്നിട്ട് നമുക്കിവിടെ സെർച്ചിൽ പോയിട്ട് സെൻഡ് ഫയൽസ് ടു ടി വി, സെൻഡ് ഫയൽസ് ടു ടി വി ആണ്. അപ്പോൾ നമ്മളത് അടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് ഗൂഗിൾ ടി വി ആണ്. എൻ്റെ സ്മാർട്ട് ടി വിയിൽ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആൻഡ്രോയിഡ് ടി വി ആണെങ്കിൽ ഇത് പറ്റുള്ളൂ. നമ്മൾ നേരെ ആപ്പ് സ്റ്റോർ, പ്ലേ സ്റ്റോർ, അങ്ങനെ എന്താണോ നിങ്ങളുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് അതിൽ പോവുക. എന്നിട്ട് സെൻഡ് ഫയൽസ് ടു ടി വി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഇത് കൊടുക്കുക. എന്നിട്ട് ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് കൊടുക്കുക. ഓക്കെ, ഈ സമയം കൊണ്ട് നമ്മളൊരു മൊബൈൽ എടുക്കണം. ഈ മൊബൈലിൽ നമ്മൾ ഇതേ ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യണം ഗൈസ്. നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് സെൻഡ് ഫയൽസ് ടു ടി വി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഗൈസ്. നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ മൊബൈലിൽ നേരെ ഗൂഗിൾ എടുക്കുക. അതിനുശേഷം അതിൽ നമുക്ക് മൈൻക്രാഫ്റ്റ്, നമ്മുടെ ടി വി എന്തായാലും മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 GB റാമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും നല്ലത് 1.07 വേർഷനാണ് മൈൻക്രാഫ്റ്റ് ഓൺലൈൻ ഫ്രീ ഡൗൺലോഡ്. അപ്പോൾ ഇങ്ങനെ കുറേ വരും ഗൈസ്. അതിൽ നമുക്ക് ഈ mcpedl.org തൊടുക. അത് എടുക്കുക. ഓക്കെ, ലോഡിങ് ആണ്. എന്നിട്ട് ഡൗൺലോഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ഈ 9 സെക്കൻഡ് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആവും. അപ്പോഴേക്കും നമ്മുടെ ടി വിയിൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കണക്ട് ചെയ്യാനൊക്കെ പറയും. നമുക്കപ്പോൾ അത് ഫസ്റ്റ് സ്കിപ്പ് ചെയ്യാം, നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് എല്ലാ അലോ കൊടുക്കുക. എന്നിട്ട് ലോഡിങ്. ഓക്കെ, ഇങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ടാവുക, ഒന്ന് റിസീവ്, ഒന്ന് സെൻഡ്. അപ്പോൾ നമ്മൾ ഇത് വെയിറ്റ് ചെയ്യുക. നമുക്കപ്പോൾ ഇതിൽ ഡൗൺലോഡ് എന്ന് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ, അത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതങ്ങനെ ലോഡിങ് ആണ്. ഓക്കെ, ആഡ് വരണം. കാരണം ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ടാവണം. സോറി ഗൈസ്, എൻ്റെ തെറ്റിപ്പോയി. ക്രോമിൽ നിന്നാണ് ഗൈസ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ക്രോമിൽ പോയിട്ട് മൈൻക്രാഫ്റ്റ് 1.7 വേർഷൻ അടിച്ചിട്ട് അപ്പോഴെടുത്ത അതേ വെബ്സൈറ്റ് എടുക്കുക. എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ 10 സെക്കൻഡ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നേരെ റിസീവാണ് എടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് അലോ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സെറ്റിങ്സ് ഉണ്ടാവുമല്ലോ, പെർമിഷൻസിൽ പോയിട്ട് ഇതെല്ലാം അലോ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഓക്കെ, അപ്പോഴേക്കും നമുക്കത് ലോഡാകാൻ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ടി വിയിൽ ചെറിയൊരു പണിയും കൂടെ ചെയ്യണം. അതായത് സെറ്റിങ്സിൽ പോയിട്ട് ഈ പെർമിഷൻസ് ഉണ്ടാവുമല്ലോ, അത് തൊട്ടിട്ട് ഇങ്ങനെ ഫയൽസ് ആൻഡ് മീഡിയ എന്നുണ്ടാവും. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അലോ ആക്സസ് ടു മീഡിയ ഓൺലി എന്നായിരിക്കും കിടക്കുക. അത് നമ്മൾ അലോ മാനേജ്മെൻറ്റ് ഓഫ് ഓൾ ഫയൽസ് എന്ന് കൊടുക്കുക. എന്നിട്ട് ബാക്ക് പോവുക. എന്നിട്ട് ഇതിൽ പോയിട്ട് റിസീവ് എന്ന് കൊടുക്കുക. ഓക്കെ, മേ ബി ലേറ്റർ. അതിനുശേഷം നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്.
ഓക്കെ, നമ്മുടെ ഫോണിലപ്പോൾ ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ടാവണം. ഡൗൺലോഡ്സിൽ പോയി നോക്കാം. ഓക്കെ, ഇതാ അയ്യോ ആയിട്ടില്ലേ. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ ആ മൊബൈലിൽ ചാർജ് ഇല്ല. അപ്പോൾ ഞാനൊരു ടാബ്ലറ്റ് എടുക്കുകയാണ്. എല്ലാത്തിലും നമുക്ക് ക്രോം ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ ഡൗൺലോഡ് ചെയ്യാണ്. എൻ്റെ കയ്യിൽ ഓൾറെഡി 1.7 ഇതിൽ ഉണ്ട് എന്ന് തോന്നുന്നത്. നോക്കട്ടെ. ഓക്കെ, സോ അത് അങ്ങനെ ഡൗൺലോഡ് വെച്ച് കഴിഞ്ഞാൽ ക്രോമിൽ പോയി അത് അടിക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡൗൺലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു പാരി മാക്സ് എന്ന് പറഞ്ഞിട്ട് അഡ്വർടൈസ്മെൻറ്റ് വരും. പാരി മാക്സ് എന്നാണ്, അങ്ങനെയല്ല, അതുപോലെ ഏതെങ്കിലും ഒരെണ്ണം ഇതെങ്ങനെയൊക്കെ വരും. നിങ്ങളിത് ഒരിക്കലും കൊടുക്കരുത്. എന്നിട്ട് ഒരിക്കൽ കൂടെ ബാക്ക് പോയിട്ട് ഇതിൽ തന്നെ പോയിട്ട് ഒരിക്കൽ കൂടെ ഡൗൺലോഡ് കൊടുത്താൽ ഡൗൺലോഡ് ആവും. ഓക്കെ, ഡൗൺലോഡ് ആവും. അപ്പോൾ നമ്മൾ ഡൗൺലോഡ്സിൽ പോവുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ മൈൻക്രാഫ്റ്റ് PE107 APK. എന്നിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതാ താഴെ ഓപ്പൺ വിത്ത് എന്ത് ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടാവും. അപ്പോൾ എപ്പോഴും പാക്കേജ് ഇൻസ്റ്റാളർ കൊടുക്കുക. ഇതാ മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷൻ ഉണ്ടാവും. ഇൻസ്റ്റാൾ ആവുകയാണ്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇത് ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. ജസ്റ്റ് നമ്മുടെ ആ ഫയൽസ് ടു TV-യിൽ ഓക്കെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഡൺ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഫയൽസിൽ പോവുക ഗൈസ്. സാംസങ് ആണെങ്കിൽ സാംസങ് ഫയൽസാണ്. എൻ്റെ ഇപ്പോൾ സാംസങ് ആണ് ഗൈസ്. ഓക്കെ, എന്നിട്ട് റീസെൻറ്റ് ഫയൽസിൽ പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് മൈൻക്രാഫ്റ്റ് 1 ഇത് കാണും. അതിൽ ഞെക്കി പിടിക്കുക. ഓക്കെ, ഞെക്കി പിടിച്ചിട്ട് അടിയിൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നമുക്ക് ഇങ്ങനെ അതിൽ നമുക്ക് 3 ഡോട്ട് ഉണ്ടാവും. അതിൽ തൊടുക. എന്നിട്ട് റീനെയിം എന്നൊരു ഓപ്ഷൻ കണ്ടോ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ MineXRFT YT എന്നാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ എൻ്റെത് അങ്ങനെ വരും. അതിന് ശേഷം നമ്മളുടെ മറ്റേ സെൻഡ് ഫയൽസ് ടു TV എടുക്കുക. ഇത് നമ്മുടെ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് കണക്റ്റൊക്കെ ചെയ്യാൻ പറ്റും, പറയും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വരും. അത് അലോ കൊടുക്കുക. എന്നിട്ട് നമ്മൾ മറ്റേ TV-യിൽ ചെയ്ത അതേപോലെ തന്നെ മറ്റേ അലോ ആക്സസ് ടു ഓൾ ഫയൽസ് കൊടുക്കുക. എന്നിട്ട് സെൻഡ് കൊടുക്കുക. ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ്സ് നിന്ന് എടുക്കുക. ഓക്കെ, ഡൗൺലോഡ്സിൽ ഇതാ MineXRFT YT ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ അടുത്തുള്ള നമ്മളുടെ TV നമുക്ക് ബ്ലൂടൂത്ത് അങ്ങനെ എല്ലാം കണക്റ്റ് ആവണ സ്മാർട്ട് TV ആണ്. ആൻഡ്രോയിഡ് TV ആണെങ്കിൽ എന്തായാലും വരുന്നതാണ്. ഓക്കെ, ബ്രാവിയ VU3 കൊടുക്കുക. അപ്പോൾ ട്രാൻസ്ഫറിങ് വരും. നമ്മുടെ TV-യിലും അതങ്ങനെ തന്നെ വരിക. ഓക്കെ, ഇതിലിപ്പോൾ ഇത് സക്സീഡഡായി. ഇനി നമുക്ക് മൊബൈലിൻ്റെ ആവശ്യമില്ല ഗൈസ്. അപ്പോൾ നമുക്കിനി ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇതിൽ ഇതാണ് എൻ്റെ ജോയ്സ്റ്റിക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ സ്റ്റോപ്പ് റിമൂവ് ഫ്രം ലിസ്റ്റ് ഉണ്ടാവും. ഓപ്പൺ കൊടുക്കുക. ഷോ സെറ്റിങ്സ്, ഇൻസ്റ്റാൾ അൺനോൺ ആപ്പ് കൊടുക്കുക. എന്നിട്ട് ബാക്കിൽ പോയിട്ട് ഓക്കെ ചെറുതായിട്ട് ഒരു പ്രശ്നം ഒരിക്കൽ കൂടെ നമുക്ക് ഇത് സെൻഡ് ചെയ്യണം ഗൈസ്. അതായത് നമ്മൾ നേരത്തെ തന്നെ അങ്ങനെ ചെയ്ത് വെക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ കൂടെ ചെയ്യണം ഗൈസ്. അത് കുഴപ്പമില്ല, നമുക്ക് ഒരിക്കൽ കൂടെ ചെയ്യാം. ഓക്കെ, ഞാൻ മൊബൈലിൽ ഒരിക്കൽ കൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൽ നമുക്ക് MineXRFT എന്ന് വരും. ഓക്കെ ഗൈസ്, ഇത് ട്രാൻസ്ഫറിങ് ആണ്. ഓക്കെ, സക്സീഡഡ് ആണ്. ഓക്കെ എന്ന് കൊടുക്കുക നമ്മുടെ TV-യിൽ. എന്നിട്ട് ഓപ്പൺ. ഓക്കെ, ഇങ്ങനെ വരും. ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്യേണ്ടത്, ഞാൻ പറയുന്നത് കേൾക്കാൻ. ഓക്കെ, ഇങ്ങനെ പോക്കറ്റ് അടിച്ചെന്ന് വരും. നമ്മളത് ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക.
ഇപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നതാണ് ഗൈസ്. ഓക്കെ, ലോഡിംഗ് ആണ്. ആപ്പ് ഇൻസ്റ്റാൾഡ് എന്ന് വന്നു. ഇനി ഇപ്പം തന്നെ ഓപ്പൺ കളിക്കണം എന്നുള്ളവർക്ക് കളിക്കാം. പക്ഷേ എന്താണ് ഗൈസ്, ഇതിലിപ്പോൾ നമ്മൾ കളിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കളിക്കണം എന്നുണ്ടെങ്കിൽ സാധാരണ ആപ്പിൽ നമുക്കിത് കിട്ടുന്നതല്ല. കണ്ട, സാധാരണ ആപ്പിൽ കിട്ടില്ല. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിൽ പോയിട്ട് സെറ്റിങ്സിൽ പോവുക, എന്നിട്ട് നേരെ ആപ്പിൽ പോവുക, എന്നിട്ട് സീ ഓൾ ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓക്കെ, അതിൽ താഴേക്ക് പോവുക. അതിൽ മൈൻക്രാഫ്റ്റ് എന്നുണ്ടാവും. മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷൻ. അതിൽ നമുക്ക് ഓക്കെ എന്നിട്ട് ഇങ്ങനെ പോയിട്ട് നമ്മൾ ഓപ്പണിന് കൊടുക്കുക. അപ്പോൾ നമ്മൾ എപ്പോൾ എടുക്കുകയാണെങ്കിലും അതിൽ നിന്ന് തന്നെ എടുക്കണം. സെറ്റിങ്സിൽ പോയി ആപ്സിൽ പോയിട്ട് മൈൻക്രാഫ്റ്റ് തപ്പിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത്തിരി നേരം ലോഡിങ് വരും. എന്നിട്ട് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ സൈൻ ഇൻ ഫോർ ഫ്രീ. ഇതിപ്പോൾ ജോയ്സ്റ്റിക്കിൽ കളിക്കാനാണ് ഏറ്റവും ബെറ്റർ. എനിക്ക് റിമോട്ടിൽ കളിക്കാൻ പറ്റുമോ എന്ന് സംശയമാണ്. എക്സ്ബോക്സ് അക്കൗണ്ട് ഉള്ളവർ അത് വെച്ച് സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ഞാൻ സൈൻ ഇൻ ചെയ്യണേ. ഓക്കെ, ഇനി ഇല്ലാത്തവരാണെങ്കിൽ ഇവിടെ തന്നെ ഒരു ഓപ്ഷൻ ക്രിയേറ്റ് എന്നുണ്ട്. അവർക്ക് എക്സ്ബോക്സ് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഉണ്ടാക്കുക ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇമെയിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് ആ ഇമെയിലേക്ക് ഒരു കോഡ് വരുന്നു പറയുന്നതാണ്. അപ്പോൾ ആ കോഡൊന്ന് നമുക്ക് അടിച്ചു കൊടുക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ലോഡിങ് വരും. അപ്പോൾ എല്ലാ എസ് കൊടുക്കുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. അതിപ്പോൾ വരും. ഓക്കെ, അതിങ്ങനെ വരും ഗൈസ്. ഫസ്റ്റ് തന്നെ പ്ലേ എന്ന് കൊടുക്കരുത്. സൈൻ ഇൻ ചിലപ്പോൾ എൻ്റെ സൈൻ ഇൻ ആയി, എന്നാലും ഒരിക്കൽ കൂടെ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ ഒരിക്കൽ കൂടെ ചെയ്യുക. പിന്നെ ഇതിൽ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് ഇപ്പം ഞാൻ ജോയ്സ്റ്റിക്കിൽ കളിക്കുന്നതുകൊണ്ട് ഇത്തിരി ബെറ്ററാണ്. നമുക്ക് വേണമെങ്കിൽ റിമോട്ടിൽ കളിക്കാൻ പറ്റുമോ? ഇല്ലേ, റിമോട്ടിൽ പറ്റില്ല, ജോയ്സ്റ്റിക്കിലേ കളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഞാൻ കാട്ടിത്തരാം. ജനറേറ്റർ അല്ല. ഓക്കെ, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം എന്നുള്ളവർക്ക് സ്റ്റോറേജ് ലൊക്കേഷൻ നമുക്ക് എക്സ്റ്റേണൽ വയ്ക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ. ഞാനിപ്പോൾ ആപ്ലിക്കേഷനിലേക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ ആപ്ലിക്കേഷനാണ് കൊടുക്കുന്നത്, അല്ല എക്സ്റ്റേണലാണ്. സോറി. ക്രിയേറ്റ് ന്യൂ കൊടുക്കുക, എന്നിട്ട് ന്യൂ വേൾഡ് എന്ന് കൊടുക്കുക. ക്രിയേറ്റ് റാൻഡം കൊടുക്കാം. എന്നിട്ട് അങ്ങനെ വരും. ഇതിൽ ഫസ്റ്റ് നമുക്ക് ഇപ്പോൾ സർവൈവലാണെങ്കിൽ സർവൈവൽ. ഞാനിപ്പോൾ തൽക്കാലത്തേക്കായിട്ട് ഒരു ക്രിയേറ്റീവാണ് ഉണ്ടാക്കുന്നത്. അല്ലെ സർവൈവൽ. ഓക്കെ, സർവൈവൽ തന്നെ ഇരുന്നോട്ടെ. മൾട്ടിപ്ലെയർ നമുക്ക് ഓൺ ആക്കണം ഒരുമിച്ച് കളിക്കാനാണെങ്കിൽ. പിന്നെ റിസോഴ്സ് പാക്ക്, ബിഹേവിയർ പാക്സ്, അതൊക്കെ നമുക്ക് വേണ്ട പോലെ വയ്ക്കാം. എന്നിട്ട് പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്റിംഗ്. ഇത് പക്ഷെ പഴയൊരു വേർഷൻ മൈൻക്രാഫ്റ്റ് ആണ്. ഒറിജിനലൊക്കെ തന്നെയാണ്, പക്ഷെ ഒരു പഴയ വേർഷനാണ്. അപ്പോൾ നിങ്ങളുടെ ടി വി ലാഗാവും ഗൈസ്, അല്ലെങ്കിൽ എന്തായാലും ലാഗാവും. മാക്സിമം ടി വിക്ക് അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജോയ്സ്റ്റിക്ക് ഗൈസ്. ഓക്കെ, ജമ്പ്. ഓക്കെ, ഇത് ക്രാഫ്റ്റിംഗ് ടേബിൾ ആണ്. ഇതിപ്പോൾ ഞാൻ വയേർഡ് ജോയ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. ഇനി വയേർഡ് ജോയ്സ്റ്റിക്ക് ഇല്ലാണ്ട് കളിക്കുന്നവർക്ക് ഓക്കെ, നമ്മളിത് അങ്ങനെ പൊട്ടിക്കുക. അപ്പോൾ വയർ ജോയ്സ്റ്റിക്കിൽ
ഇതിൻ്റെ കൺട്രോൾസ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ വയർലെസ് ജോയ്സ്റ്റിക്ക് വെച്ച് കാട്ടിത്തരാം. ഓക്കെ, ഇതാ ഞാൻ ജോയ്സ്റ്റിക്ക് എൻ്റെ വയർലെസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ X3 വയർലെസ് കൺട്രോളറാണ്. ഇപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഇത് നമുക്ക് എടുക്കാം. ബ്ലൂടൂത്തിൽ പോയിട്ട് ഫസ്റ്റ് ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അൺപെയർ ചെയ്ത്. ഓക്കെ, അപ്പോൾ ഗെയിം പാഡ് എന്ന് വന്നിട്ടുണ്ട്. പെയർ ചെയ്യാം. ഓക്കെ, പെയർ എന്ന് പറയും. ഓക്കെ കൊടുക്കുക. കണക്റ്റഡായി. ഇപ്പോൾ എൻ്റെ കയ്യിൽ മിന്നിൽ നിന്നു ഗൈസ്. ബാക്ക് കൊടുക്കുക. മൈൻക്രാഫ്റ്റൊക്കെ വരും ഗൈസ്. ഇതാണ് കൺട്രോൾസ്. ഇതാ അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ പോവുക. എ വന്നിട്ട് ജമ്പാണ്, ബി ക്രൗച്ച്, എക്സ് വന്നിട്ട് മറ്റേ ഇൻവെൻട്രി, പിന്നെ ഓക്കെ ഇതേതാണ് RB വന്നിട്ട് പൊട്ടിക്കാൻ, ലെഫ്റ്റ് എന്നാണ്. ഓക്കെ, ഈ സംഭവമില്ലേ, ഇത് നമുക്ക് ഇൻവെൻട്രി, റൈറ്റ് ആണ് റൈറ്റ്. ഓക്കെ, ബിൽഡ് ചെയ്യുന്നത് ഓക്കെ ലെഫ്റ്റ് ബി ആണ്, LB ആണ്. ഓക്കെ, പിന്നെന്താണ്, ഓക്കെ ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്നൊരു മാപ്പാണ്, അല്ല ഞാൻ കളിച്ച് വെച്ചൊരു മാപ്പാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇതിൽ ജോയ്സ്റ്റിക്കിൽ കളിക്കാൻ ഇത്രയും കൂടെ കൺട്രോൾസ് സ്മൂത്താണ്. പശുവിനെ കൊല്ലേ. ഓക്കെ, ഇതിൻ്റെ പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് ആയതുകൊണ്ട് ലാവ വന്നിട്ട് ഇതിലത്തെ ലാവ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഗൈസ്. അതായത് നിങ്ങൾ മറ്റേത്തെ ലാവയൊക്കെ 1.20 വാട്ടറൊക്കെ സെറ്റായിരിക്കും ഗൈസ്. ഇതിലത്തെ വാട്ടർ ഞാൻ കാട്ടിത്തരാം ഗൈസ്. ഇവിടെ ഉണ്ട് ഗൈസ്, ഞാൻ കാട്ടിത്തരാം. ടെൻറ്റ് ഓക്കെ, ഇതിലത്തെ പംകിൻ കണ്ട ഗൈസ്, പംകിൻ ഹെഡ്. അങ്ങനെയാണ് ഇതിലത്തെ പംകിൻ. ഞാൻ വാട്ടർ വന്നിട്ട് ജസ്റ്റ് ഈ ബ്ലോക്ക് വാട്ടർ ജസ്റ്റ് ബ്ലോക്കായിട്ടാണ് ഗൈസ്. സാൻഡൊക്കെ അതിലത്തെ സെയിം ആണ്. അയ്യോ, ഓക്കെ, പംകിൻ വന്നിട്ട് പംകിൻ ഹെഡാണ്. പിന്നെ സത്യം പറയുകയാണെങ്കിൽ എന്താണ് 1.20 റിയലിസ്റ്റിക് ടൈപ്പാണ് ഗൈസ്. ഇത് കണ്ടോ, വാട്ടർ നോക്ക്, വാട്ടർ ജസ്റ്റ് നീല വെള്ളമാണ് ഗൈസ്. ഇതാ അടിയിൽ ഭയങ്കര ഡാർക്കാണ്. ഇതുണ്ടോ, ജസ്റ്റ് ഒരു നീല കളറാണ്. മറ്റേതിൽ വേവൊക്കെ ഉണ്ട്, റിയലിസ്റ്റിക്. ലാവ ഇതിലത്തെ നല്ല റിയലിസ്റ്റിക്കാണ് ഗൈസ്. ഇതിലിപ്പോൾ എനിക്ക് ലാവ തപ്പാൻ വയ്യ ഗൈസ്. സാൻഡ് ഇത്രയും കൂടെ മൊസാക്കാണ് മറ്റേതിനെക്കാട്ടും, അത്ര വ്യത്യാസമുള്ളൂ. പിന്നെ ഇതിൽ എന്താണ് ഹാർട്ട് മറ്റേതിനെക്കാട്ടും ഫാസ്റ്റാണ് ഗൈസ്, വേഗം പോവും. അപ്പോൾ പിന്നെ ഇതിൽ പിന്നെ മറ്റേതിനെക്കാട്ടും പതുക്കെ മറ്റേ വെള്ളത്തിനടിയിൽ നിന്നൊരു സാധനം വരില്ലേ, ബബിൾസ്, അത് മറ്റേതിനെക്കാട്ടും പതുക്കെ പോവുള്ളൂ ഗൈസ്. മറ്റേത് ഇത്തിരി ഫാസ്റ്റാണ്. ഇതിൽ നമുക്ക് കുറേ നേരം നിൽക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ മൈൻക്രാഫ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് TV-യിലാണ് നോക്കിയത്. അപ്പോൾ അത്ര ഈ ഒരു വീഡിയോയിലുള്ളൂ. പിന്നെ നമുക്കിത് ക്ലോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് TV എടുക്കുക, TV റിമോട്ട് എടുക്കുക, ഹോം എടുക്കുക. ഓക്കെ, പോകുന്നതാണ്. പിന്നെ ജോയ്സ്റ്റിക്ക് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഡിസ്കണക്റ്റായി. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ അത്രേ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇത്ര ഞാൻ പറഞ്ഞില്ലേ മൈൻക്രാഫ്റ്റ്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലോ എൻ്റെ TV ആണെങ്കിൽ ഇപ്പോൾ 1 GB റാമിൻ്റെ TV ഉണ്ട്. അപ്പം നിങ്ങൾ ഇത്തിരിയും കൂടെ 1.6 1.5 ഒക്കെ കയറ്റി നോക്കുക. ഇതിപ്പോൾ എൻ്റെ 2 GB റാമിൻ്റെ TV ആണ്. അപ്പോൾ ഇത് ആൻഡ്രോയിഡ് TV-യിലേ വർക്കാവുള്ളൂ. പിന്നെ എന്താണ് നിങ്ങൾക്ക് പിന്നെ മൈൻക്രാഫ്റ്റ് അല്ല, നമ്മൾക്ക് ഇനി വേണമെങ്കിൽ മറ്റേ എന്താണ്
സബ്വേ സഫേഴ്സ് അങ്ങനത്തെ കുറേ ഗെയിംസ് നമുക്ക് ഇതിൽ കയറ്റാൻ പറ്റും. ബ്ലൂ സ്റ്റാക്സ് വഴി കയറ്റാം, APK വഴി കയറ്റാം. ഇതിൽ സപ്പോർട്ട് ഈവൻ കോൾ ഓഫ് ഡ്യൂട്ടി അടക്കം ഇതിൽ കളിക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, നമ്മൾ ആ വീഡിയോസൊക്കെ പാർട്ട് 2 ഇടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ വെയിറ്റ് ഫോർ പാർട്ട് 2 ഗൈസ്.